അപ്പോൾ സരോജിനി നഗർ മാർക്കറ്റ് സീരീസിലെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടേക്കണേ. അത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് ഐറ്റംസിനെ കുറിച്ചിട്ടും ഷോപ്സിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടേക്കണം കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ചിട്ടാണ്. സോ ബേസിക്കലി ഇതൊരു മാക്സി ഡ്രസ്സാണ്. ഇതിനെല്ലാത്തിനും 300 റുപ്പീസ് ആണ് കേട്ടോ. 300, 350, 400 റുപ്പീസ് വേരീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല സാധനങ്ങൾക്കൊക്കെ 300 തന്നെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഇത് വന്നിട്ട് ഒരു കോട്ട് സെറ്റാണ്. നമ്മുടെ നൈറ്റ് വെയർസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനൊക്കെ ഒരു 250 റുപ്പീസാണ് കേട്ടോ വരുന്നത്. ഈ 250 റുപ്പീസ് എന്ന് പറയുന്നത് ആ ടോപ്പിനും ട്രൗസറിനും കൂടിയാണേ. പിന്നെ ഒരുപാട് ജാക്കറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ തംബ്നെയിലിൽ കൊടുത്ത പോലെ തന്നെ വിൻ്റർ കളക്ഷൻ കുറേ വന്നിട്ടുണ്ട് കേട്ടോ. സോ ഒരുപാട് ജാക്കറ്റ്സ് ഞാൻ കണ്ടു. ഈ ജാക്കറ്റ്സിനൊക്കെ 600 റുപ്പീസ് ഉണ്ട്. ഈ 600 റുപ്പീസിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ അജ്രക് മെറ്റീരിയലിൻ്റെ മാക്സി ഡ്രസ്സിനൊക്കെ വരുന്നത് 400 റുപ്പീസാണ്. ഇത് ഒറിജിനൽ അജ്രക് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ക്രോപ്പ് ടോപ്പുകളൊക്കെ 200 റുപ്പീസാണ് കേട്ടോ. നമുക്ക് ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ 200 റുപ്പീസിനൊക്കെ ക്രോപ്പ് ടോപ്പുകളൊക്കെ ഒരുപാട് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. വെറൈറ്റി കളക്ഷൻസ് ആണുള്ളത്. സോ ഗോൾഡൻ ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് ഈ മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ ഒരുപാട് സൽവാർ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. അതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അത്യാവശ്യം റേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ റേറ്റ് പോലും ഒന്നല്ല. ഒരു 600, 700 റുപ്പീസിനൊക്കെയാണ് വരുന്നത്. അത് അത്ര വലിയ റേറ്റ് ഒന്നല്ല കേട്ടോ. അത്രയും നല്ല മെറ്റീരിയലുമാണ്, നല്ല ഡിസൈൻസുമായിരുന്നു. പിന്നെ ഒരുപാട് സാരീസ്, സൽവാസ്, ലെഹങ്കാസ്, അതുപോലെ തന്നെ ഷറാറ മോഡൽസ് ഉള്ള ഡ്രസ്സുകൾ, ഇതൊക്കെ ഒരുപാട് കണ്ടു. അതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ചില ഷോപ്പിലൊക്കെ കയറുമ്പോൾ അത്യാവശ്യം റേറ്റുള്ള സാധനങ്ങൾ തന്നെ കാണാം. പക്ഷെ ക്വാളിറ്റി വൈസ് വളരെ വർത്തും കൂടിയാണ്. പിന്നെ ഇതുപോലത്തെ ഷർട്ടൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഷോപ്പിലും കയറിയാൽ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ഷർട്ടുകൾ കാണാം. ആൻഡ് ഇറ്റ് കോസ്റ്റ് ഓൺലി 250 റുപ്പീസ്. ഇതുപോലത്തെ സ്വെറ്റേഴ്സ് ഒരുപാട് റേറ്റിനുള്ളതുണ്ട്. ഞാൻ നോക്കുമ്പം 300ൻ്റെ ഉണ്ട്, 200ൻ്റെ ഉണ്ട്, പിന്നെ 350ൻ്റെ ഉണ്ട്, 400നുണ്ട്, പിന്നെ 300ൻ്റെ ഒരുപാട് സ്കേർട്ടുകളുണ്ട്. ഇതുപോലെ മാക്സി ഡ്രസ്സുകളുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം നമ്മളൊന്ന് നോക്കിയെടുക്കണം എന്നുള്ളൂ. ടൈം എടുത്ത് നോക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടും കേട്ടോ. ജീൻസും നമ്മൾ ഈ പറഞ്ഞ പോലെ പല റേറ്റിനുള്ളതും നമുക്ക് കിട്ടും. നമ്മൾ നോക്കിയെടുക്കണം എന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ 500, 400, 300 റുപ്പീസിനൊക്കെ നമുക്ക് ജീൻസ് കിട്ടും. അതുപോലെ തന്നെ ഡെനിം ജാക്കറ്റ്സ്, ഡെനിം ഷർട്ട്സ്, ഇതൊക്കെ നല്ല വില കുറവിന് നമുക്ക് കിട്ടും. ചെരുപ്പിനൊക്കെ 100 തൊട്ടിട്ടാണ് കേട്ടോ റേറ്റ്. 100 തൊട്ടിട്ട് 500 റുപ്പീസിന് വരെ ഉള്ളതുണ്ട്.
ഇയറിങ്സിനൊക്കെ 10 റുപ്പീസാണ് കേട്ടോ ഉള്ളത്. ഇത് ചെറുതായതുകൊണ്ടായിരിക്കാം 10 റുപ്പീസാണുള്ളത്. ആൻഡ് ഇതുപോലത്തെ വലിയ വലിയ ഇയറിങ്സ്, അതുപോലെ സ്റ്റഡ്, ഇതിനൊക്കെ പല റേറ്റുകളാണ്. 10 റുപ്പീസിൻ്റെ ഉണ്ട്, 25 ഉണ്ട്, 30 റുപ്പീസ്, 50 റുപ്പീസ്. നമ്മൾ സെലക്ട് ചെയ്യണതിനനുസരിച്ചിരിക്കും. പിന്നെ ഈ കാണുന്ന കോഡ് സെറ്റുകളൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 1000 റുപ്പീസ് ടു 1000 റുപ്പീസിൻ്റെ റേഞ്ചിനുള്ളിലാണ് വന്നിരിക്കുന്നത്. യെസ്, 1500 റുപ്പീസാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിനുള്ളതുണ്ട് കേട്ടോ. ആ ഒരു ക്വാളിറ്റി ആവട്ടെ, മെറ്റീരിയൽ ആവട്ടെ, ആ ഒരു ഡിസൈൻ ആവട്ടെ, പാറ്റേൺ ആവട്ടെ, ആ ഒരു റേറ്റ് കൊടുക്കാൻ മാത്രം ഉണ്ട്. കാരണം അത്രയും നല്ലതായിരുന്നു. പിന്നെ ഈ ജാക്കറ്റ്സിനൊക്കെ 700-800 റുപ്പീസ് എന്തോ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഡൽഹിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും സരോജിനി നഗർ മാർക്കറ്റ് മിസ്സാക്കാതിരിക്കുക. കാരണം അത്രത്തോളം അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നതായിരിക്കും. സോ ഡോണ്ട് മിസ് ദിസ് പ്ലേസ്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയും പറയുകയാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും സരോജിനി നഗർ മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ വല്ല ബാഗോ കവറോ എന്തെങ്കിലും ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പം അതിൽ മുഴുകിപ്പോവും. പക്ഷേ ഒരുപാട് പോക്കറ്റടി നടക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ അതും കൂടി മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ് പ്ലീസ്. ആൻഡ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ, ബൈ ബൈ.